പ്രിയമുള്ളവരെ, നമസ്കാരം. ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനന്റെ ചിന്താസരണികളിലെ ഒരു ഏടുമായി വായനാ വഴിയിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഗീതപ്രഭയാണ്. വിശ്വാസത്തിന്മേൽ ഏൽക്കുന്ന ഏറ്റവും കഠിനമായ പ്രഹരമാണ് ചതി. സ്നേഹത്തിന്റെയോ സൗഹൃദത്തിന്റെയോ സത്യസന്ധതയുടെയോ മുഖംമൂടി അണിഞ്ഞെത്തുന്ന വഞ്ചന ഏതൊരു വ്യക്തിയുടെയും മാനസിക നിലയെ തകർക്കാൻ കെൽപ്പുള്ളതാണ്. ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ചതി പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഉറ്റവരിൽ നിന്നുണ്ടാകുന്ന വൈകാരികമായ വഞ്ചന മുതൽ സാമ്പത്തിക ലാഭത്തിനായി നടത്തുന്ന ചതികൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു. സത്യത്തിൽ ഒരു ശത്രു നേരിട്ട് നടത്തുന്ന ആക്രമണത്തെക്കാൾ ആഴത്തിൽ മുറിവേൽക്കുന്നത് വിശ്വസ്തർ എന്ന് കരുതിയവർ പിന്നിൽ നിന്ന് കുത്തുമ്പോഴാണ്. ചതിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുന്ന നിമിഷം ഒരാൾക്ക് ലോകത്തോടുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടേക്കാം. ഇത് മനുഷ്യരിൽ ഒറ്റപ്പെടലും ദേഷ്യവും വിഷാദവും ഉണ്ടാക്കുന്നു. എന്നാൽ ഇത്തരം കൈപ്പേറിയ അനുഭവങ്ങളിൽ തളർന്നു പോകാതെ അവയെ ജീവിത പാഠങ്ങളായി കണ്ട് ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ് വേണ്ടത്. ഓരോ ചതിയും നമ്മെ കൂടുതൽ ജാഗ്രതയുള്ളവരാക്കാനും മനുഷ്യരെ തിരിച്ചറിയാനുള്ള വിവേകം നൽകാനും സഹായിക്കുന്നു. തിരിച്ചടികളെ അതിജീവിച്ച് വീണ്ടും കരുത്താർജിക്കുന്നതിലാണ് ഒരു വ്യക്തിയുടെ വിജയം. വിശ്വാസം ഒരു ചില്ലുപാത്രം പോലെയാണ്. ഒരിക്കൽ ഉടഞ്ഞാൽ അത് പഴയതുപോലെയാക്കാൻ കഴിയില്ല. ചതിയിലൂടെ നേടുന്ന ഭൗതികമായ വിജയങ്ങളും നേട്ടങ്ങളും താൽക്കാലികം മാത്രമാണ്. നേരായ വഴിയിലൂടെയല്ലാതെ കൈവരിക്കുന്ന ഒന്നും തന്നെ ദീർഘകാലം നിലനിൽക്കില്ല. മറ്റുള്ളവരോട് പുലർത്തുന്ന സത്യസന്ധതയും വിശ്വസ്തതയുമാണ് ഒരാളുടെ വ്യക്തിത്വത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നത്. സ്വന്തം മനസാക്ഷിയോട് നീതി പുലർത്തുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ ആന്തരിക സമാധാനം കണ്ടെത്താൻ സാധിക്കൂ. വഞ്ചനയില്ലാത്ത വിശ്വസ്തത നിറഞ്ഞ ബന്ധങ്ങളാണ് നല്ലൊരു സമൂഹത്തിന്റെ അടിസ്ഥാനം. അതെ, പരസ്പരം ചതിക്കാതെ ഇരിക്കുക, സത്യസന്ധത ഒരു ശീലമാക്കുക, ചതിച്ചു നേടുന്നത് ഒന്നും നമ്മുടേതല്ലെന്ന് തിരിച്ചറിയുക, ചതിക്കപ്പെട്ടാൽ തളരാതെ കൂടുതൽ കരുത്താർജിക്കുക, ഓരോ അനുഭവങ്ങളും നമ്മുടെ ഓരോ പാഠങ്ങളായി കണ്ട് ആത്മവിശ്വാസം വളർത്തുക. സമൂഹം എന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളെന്ന സമൂഹത്തെ നല്ല ചിന്തകളാൽ വാർത്തെടുക്കാമെന്ന സന്ദേശമാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനൻ നമുക്ക് നൽകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. മറ്റൊരു പ്രഭാത ചിന്തയുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.